പേടിച്ചേട്ടാ, 2 പാത്രം മഞ്ഞ കളർ വേണം. 2 പാത്രമോ? എന്താ കാര്യം? നമ്മുടെ ആറയുടെ ഞാനൊക്കെ അസുഖം. ഇടയ്ക്കിടെ കലി വന്ന് ഓടിപ്പാഞ്ഞ് നടക്കും, ഗുഹയിലൊക്കെ കയറി വരും. മൂങ്ങാവേദന പറഞ്ഞത് ഈ അസുഖക്കാർക്ക് മഞ്ഞ നിറം കണ്ടാൽ പേടിയാണെന്ന്. ഗുഹയുടെ മുന്നിൽ മഞ്ഞ നിറം പൂശാനാ പെയിന്റ്. സൂത്ര, എന്റെ ഗുഹയ്ക്കും കളറടിക്കാമോ? ഐഡിയ കേട്ടതിന് ആവശ്യക്കാരെ എത്തി തുടങ്ങി. എന്റെ വയറ്റത്ത് കൂടി കളറടിച്ചോ? ആറയുടെ പിന്നെ തൊടില്ലല്ലോ. ഇഹി ഹും, എന്നാ പിന്നെ ഈ പാത്രത്തിൽ ഇറങ്ങി കുളിച്ചോ. ശരി വന്നു, പണി ഏൽപ്പിക്കാൻ ആളായി. മഞ്ഞ നിറം കണ്ടാൽ ആറയുടെ പിന്നെ ഒരടി മുന്നോട്ട് വെക്കില്ല, പേടിച്ച പിന്തിരിയും. പ്രത്യേകതരം അസുഖമാ. താൻ എന്താ ആ ഗുഹയ്ക്ക് കൂടി ഇതുപോലെ കളറടിക്ക്. മഞ്ഞ കണ്ടാൽ മുന്നോട്ട് പോകില്ല, ബെസ്റ്റ് അസുഖം. ഐഡിയ. എങ്ങോട്ടാടോ? ഈ പെയിന്റ് തീർത്തിട്ട് പോടോ. ഇപ്പൊ വരാം. സൂപ്പർ ഐഡിയ കിട്ടി. സൂത്ര, ഞാനൊരു സൂത്രം ചെയ്തു. ഉറങ്ങിക്കിടന്ന ആറേഴന്റെ കൊമ്പിനെ മഞ്ഞ കളർ അടിച്ചു. എന്തിന്? കണ്ണു തുറന്നാൽ കൊമ്പ് കാണില്ലേ, കണ്ടാ പിന്നെ മുന്നോട്ട് പോകില്ലല്ലോ. എന്ന് വെച്ചാൽ ആറേഴൻ നിന്നിടത്ത് തന്നെ നിൽക്കും, പിന്നെ ആർക്കും ശല്യമില്ലല്ലോ. ഷേരുവിന്റെ ഒരു ബുദ്ധി. ഈ ബുദ്ധി എന്താ സൂത്രന് തോന്നാത്തത്? അതെന്താ? അയ്യോ, ആറേഴൻ ചതിച്ചോ? മുന്നിൽ കളർ കണ്ട് പേടിച്ചപ്പോ റിവേഴ്സ് വരുന്നത്. ഗുഹയിൽ കയറിക്കോ. ചതിച്ചോ? ആറേഴൻ ഗുഹയിൽ ഫിറ്റായി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇപ്പൊ മനസ്സിലായോ ഞാനെന്താ ഈ ഐഡിയ പറയാത്തതെന്ന്? സൂത്രനമ്മേ, സൂത്രനമ്മേ, സൂത്രൻ വീണു. എവിടെ? കല്ലിന്റെ താഴെയാ. കല്ലിന്റെ താഴെയോ? ഇത്രയും വലിയ കല്ല? എന്റെ കാട്ടുമുത്തപ്പ, എന്നിട്ട് കല്ല് നീക്കിയില്ലേ? നീക്കാനൊന്നും പറ്റില്ല, അത്രയും വലിയ കല്ല. അയ്യോ എന്റെ മോനെ. എവിടെ? ദാ അവിടെ. ഇതുവഴി ഓടിയപ്പോഴാ വീണത്. അപ്പോ കല്ല് ദാ മുകളിൽ. അതാ ഞാൻ പറഞ്ഞത് സൂത്രൻ കല്ലിന്റെ താഴെയാണെന്ന്. സൂത്രൻ സാറേ, ഞങ്ങളുടെ അച്ഛൻ സൂത്രൻ സാറിന്റെ ആരാധകനാ. ഞങ്ങളും അച്ഛന്റെ പാത പിന്തുടരാൻ തീരുമാനിച്ചു. നിങ്ങളുടെ അച്ഛന് സ്വന്തമായി പാതയൊക്കെ ഉണ്ടല്ലേ? അതല്ല, ഞങ്ങളും സൂത്രൻ സാറിന്റെ ആരാധകരാകാൻ തീരുമാനിച്ചു. എത്ര കഥകളാ സൂത്രൻ സാറിനെ പറ്റി അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതെന്നോ? ആ കഥയിലൊക്കെ ഞാനും ഉണ്ട്. അച്ഛൻ പലപ്പോഴും സൂത്രൻ സാറിനെ ആരാധനയോടെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസമെങ്കിലും സാറിന്റെ കൂടെ അങ്ങനെ നടക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഇന്നൊരു ദിവസം എന്ത് കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. സാറ് നടക്ക്, ഞങ്ങൾ പിന്നാലെ വരാം. സൂത്ര, വന്നു കയറിയപ്പോഴേ ഇവന്മാർ ആജ്ഞാപിക്കാൻ തുടങ്ങിയോ? ആജ്ഞാപിച്ചോ? എപ്പോ? സാറ് നടക്ക എന്ന് ആജ്ഞാപിച്ചത് കേട്ടില്ലേ? അതാ ആജ്ഞാപിച്ചതല്ല, ആരാധനയാ. താൻ വാ. എലികളാണെങ്കിലും ഒരു പട കൂടെ ഉള്ളത് നല്ലതാ. ചിലരെയൊക്കെ വിരട്ടാൻ അത് മതി. സൂത്രൻ സാർ, ഞങ്ങളുടെ സാർ. ബബ്ബൻ. അയ്യോ, ഇന്നലത്തെ വഴക്കിന്റെ ദേഷ്യം കാണുമോ? ഇല്ലടോ, എലിപ്പടയല്ലേ കൂടെ. ആനയ്ക്ക് എലിയെ പേടിയാ. ആരാധകരെ ആക്രമിക്കൂ. ആരെ? അയ്യോ, കൂടെ ഉണ്ടാവും, അച്ഛൻ പാത പിന്തുടരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അത് തന്നെയാ ചെയ്തത്. അച്ഛൻ ചെയ്തതുപോലെ ആരാധനയോടെ നോക്കി നിന്നു. എന്താടോ, എന്തു പറ്റി? എന്നെ കളിയാക്കി. കുറുക്കന്റെ കൂടെ നടക്കുന്നത് കടുവയ്ക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന്. അതോടെ ധൈര്യം ചോർന്ന് താനിങ്ങ് പോന്നു അല്ലേ? എടോ, അവരങ്ങനെ പലതും പറയും. ഈ കുറുക്കൻ എന്ന് പറയുന്നത് അത് താനല്ലേ? അതല്ലടോ, കാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനാ കുറുക്കൻ. കുറുക്കനെ സഹായിച്ചവർക്ക് ഗുണമുണ്ടായ കഥകൾ താൻ കേട്ടിട്ടില്ലേ? ഇല്ല, പറഞ്ഞു തരാം. പണ്ടൊരു കുറുക്കൻ ഉറങ്ങുന്ന നേരത്തെ ഒരു ചക്ക വീണു. അത് കണ്ട ഒരു സിംഹം ഓടിച്ചെന്ന് തല വെച്ചു കൊടുത്തു. ചക്ക വീണത് സിംഹത്തിന്റെ തലയിൽ. സന്തുഷ്ടനായ കുറുക്കൻ സിംഹത്തെ കാട്ടിലെ രാജാവാക്കി. ചക്കയെ ശപിച്ച് ഒരു ചേനയാക്കി. ഉടനെ ആകാശത്ത് നിന്ന് കാട്ടുമുത്തപ്പന്മാർ സിംഹത്തിന്റെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തി. എന്ത് നടത്തി? പുഷ്പവൃഷ്ടി. തലയിൽ പൂക്കൾ വിതറിയെന്ന്. അതാണ് കുറുക്കന്മാരെ സഹായിച്ചാലുള്ള അനങ്ങരുതെന്ന്. ഇനി കൈ കെട്ടിയിരിക്ക. എന്തോ കുഴപ്പമുണ്ടല്ലോ, കയ്യിൽ വടിയുണ്ട്. അനങ്ങരുത്, ഇപ്പോ തീർക്കും ഞാൻ. തല്ലിക്കൊല്ലാനാണോ സൂത്ര? ആപത്തിൽപ്പെട്ട കുറുക്കനാ. സഹായിച്ചാൽ പുഷ്പവൃഷ്ടി ഉറപ്പാ. സഹായിച്ചേക്കാം, മറ്റവന് ആരോഗ്യം കുറവാ. എടാ, കുറുക്കൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിനക്ക് അറിയാമോ? അറിയാമോന്ന്? അവന്റെ കഥ തീർന്നു ചേട്ടാ, പേടിക്കണ്ട. പക്ഷെ പടം തീർന്നില്ലടാ, ദ്രോഹികളെ. പടമോ? ദേ, വരയ്ക്കുന്ന കുന്ത്രാണ്ടവും മുടിച്ചു തല തിരിഞ്ഞവന്മാര്. എന്നെ ഇരുത്തി പടം വരയ്ക്കാനാടാ അങ്ങേര് വന്നത്. ഓടിക്കൂ സൂത്ര, പുഷ്പവൃഷ്ടി കല്ലായിട്ടാ വരുന്നത്. കണ്ണിനൊരു വേദന, കാഴ്ച കുറേ
കുറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. വൈദ്യരെ കണ്ടു, പക്ഷേ മരുന്നൊന്നും തന്നില്ല. കൂടുന്നുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. കാഴ്ച കൂടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മരുന്ന്? കാഴ്ചയല്ല, ഈ പ്രശ്നം കൂടുന്നുണ്ടെങ്കിൽ തരാമെന്ന്. പക്ഷേ എനിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കാട്ടുമുത്തപ്പനെ വിളിച്ചു. മുത്തപ്പൻ മരുന്ന് തന്നോ? ഇല്ലെന്നേ, മുത്തപ്പനും ഉരുണ്ട് കളിക്കുക. കളി കഴിഞ്ഞിട്ട് തരുമായിരിക്കും. എടോ, ഉരുണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശൈലിയാ. അങ്ങും ഇങ്ങും തൊടാതെ ഉഴപ്പുകയാണെന്ന അർത്ഥം. ശരിയാ, മുത്തപ്പൻ പ്രത്യക്ഷപ്പെടുന്ന നേരത്തെ അങ്ങും ഇങ്ങും തൊടാതെ ഏറില്ല നിൽക്കാറ്. ഷോ, തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തപ്പൻ വന്നപ്പോൾ വെളിച്ചം കുറവായിരുന്നു, അതിന്റെ പ്രശ്നം കാണും. എപ്പോഴാ മുത്തപ്പൻ വന്നത്? ഉച്ചയ്ക്ക് മുമ്പാ. എന്നിട്ടും വെളിച്ചം കുറവോ? എവിടെയായിരുന്നു മുത്തപ്പനെ വിളിച്ചത്? ഗുഹയിൽ. ആഹാ, അപ്പൊ അതാണ് പ്രശ്നം. മുത്തപ്പൻ ഇപ്പൊ പഴയതുപോലെ ശക്തിയൊന്നുമില്ല, എന്തോ അസുഖമാ. വൈദ്യനും സഹായിക്കാനില്ല, മുത്തപ്പനുമില്ല. എല്ലാം എന്റെ വിധി. വെളിച്ചം കുറയുന്ന പ്രശ്നം ഞങ്ങൾ തീർത്തു തരാം. അതോടെ കാഴ്ച ഓക്കെ ആവും. ചേട്ടന്റെ ഗുഹയിൽ കുറച്ച് പണിയുണ്ട്, അതിന് സമ്മതമാണോ? എന്ത് വേണമെങ്കിലും ചെയ്തോ. എങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് ഗുഹയിലേക്ക് വാ. കാഴ്ച കുറയുന്നത് അങ്ങേരുടെ തോന്നലാ. ഗുഹയിൽ വെളിച്ചം കുറവായതാ കാരണം. ആഹാ, ഗുഹയിൽ 2 തുളയിട്ടാൽ ആവശ്യത്തിന് വെളിച്ചം കിട്ടും, കാഴ്ചയും കൂടും. പിന്നെ ഉരുണ്ട് കളിക്കണ്ട അല്ലേ? ചേട്ടാ വാ, പണി തീർന്നു. ഇനി ആവശ്യത്തിന് വെളിച്ചം കിട്ടും. എന്തിനാ ഗുഹ തുളച്ചത്? വെളിച്ചം കുറവാണെന്നല്ലേ പറഞ്ഞത്? തുളവഴി വെളിച്ചം. എടോ, വെളിച്ച പ്രശ്നം ഗുഹയ്ക്കല്ലടോ, കാട്ടുമുത്തപ്പനാ. എന്തോ അസുഖം കാരണം മുത്തപ്പന്റെ തലയ്ക്ക് മുന്നിലെ വെളിച്ചം മങ്ങിയ കാര്യമാ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മുമ്മയുടെ പല്ല ഇതിനകത്ത്. ഇത് ആരും എത്താത്ത കുന്നിൽ കുഴിച്ചിടണമെന്നായിരുന്നു അമ്മുമ്മയ്ക്ക് മോഹം. വല്ലാത്തൊരു മോഹം തന്നെ. കിഴുക്കാൻ തൂക്കായ കുന്നിൽ 10 അടി ആഴത്തിൽ വേണം കുഴിച്ചിടാൻ. അടിപൊളി പരിപാടി, അതും ഒരു പല്ല് കുഴിച്ചിടാൻ. അങ്ങനെ ആ പണി തീർന്നു. ഇതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണവും ഉണ്ടായോ? ആരും കേറാത്ത കുന്നു കയറിയത് മിച്ചം. ഐഡിയ, ഞാൻ ഈ കുന്നു കയറിയ കാര്യം ലോക പ്രസിദ്ധമാകണം. സൂത്ര, ആ പല്ല് അവിടെ കിടന്ന് മുളയ്ക്കുമോ? കോൺസെൻട്രേഷൻ കളയരുത്, ഞാൻ ചിന്തിക്കുകയാ. ഞാൻ കയറിയതിന്റെ ഓർമ്മയ്ക്ക് കുന്നിന്റെ മുകളിൽ ഒരു ബോർഡ് വെക്കണം. ഹി സൂത്രൻ കയറിയ കുന്ന്. പക്ഷെ ഇനി ഇതുകൊണ്ട് കയറാൻ വയ്യ, ഷേരുവിനെ വിടാം. എടോ, താനിത് കുന്നിന്റെ മുകളിൽ കുഴിച്ചിട്. സൂത്ര, തീർന്നു. 10 അടി താഴ്ചയിൽ കുഴിച്ചിട്ടു. ഇടി, ഉഗ്രൻ ഇടി. എവിടെ? കണ്ടോ? ദാ അവിടെ. എന്റെ മുതുകേ. നിർത്ത്. എന്താ പ്രശ്നം? ഞാനൊരു പുതിയ വീട് പണിതു. കേറിത്താമസം ഇന്നലെയായിരുന്നു. ചങ്ങാതിമാരെ മുഴുവൻ ക്ഷണിച്ചു. ഇവനെ ഞാൻ ക്ഷണിച്ചിട്ട് ഇവൻ വന്നില്ലായിരിക്കും. അതിനെ ഇങ്ങനെ ഇടിക്കണോ? അതല്ല, ഇവൻ വന്നു. കൂടെ ഒരു കൂട്ടുകാരനെയും കൊണ്ടുവന്നു. എന്താണ് അവന്റെ പേര്? ഗുളികൻ. അയ്യോ, അവലക്ഷണം പിടിച്ച പേരാണല്ലോ. സ്വഭാവവും അതാ. ശരിയാ, എന്റെ ചങ്ങാതി എവിടെ ചെന്നാലും എല്ലാവർക്കും പേടിയാ. അങ്ങനെ ഒരുത്തനെയാ ഇവൻ എന്റെ പുത്തൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ ഫലവും കണ്ടു. എന്തു പറ്റി? ആ ലക്ഷണം കെട്ടവൻ കാലെടുത്ത് വെച്ചതും വീട് ദാ ഇടിഞ്ഞു വീഴുന്നു. ഗുളികനെ ഒപ്പം കൊണ്ടുവന്നതിനാ ഇവനെ ഞാൻ ഇടിച്ചത്. ഇടി കൊടുക്കേണ്ട കേസ് തന്നെ. പക്ഷെ ഇവനെയല്ല, ആ ഗുളികനെയാ ഇടിക്കേണ്ടത്. ദുശകുനമാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വരാമോ? അത് ശരിയാ. ആളെ കാണിച്ചതാ. ഞങ്ങളെ ഇടിച്ച് സൂപ്പറാക്കി തരാം. പോടാ, നീ തന്നെ പോയി ഗുളികനെ കാണിച്ചു കൊടുക്ക. എന്റെ ഒരു പഴയ ചങ്ങാതിയാ, വല്ലാതെ ഉപദ്രവിക്കരുത്. അതൊക്കെ സൂത്രം തീരുമാനിക്കും. ഇത്തിരി തടിയുണ്ടെന്നേ ഉള്ളൂ, ആളൊരു പാവമാ. തടിയുള്ള എലിയാണെങ്കിൽ നമുക്ക് 2 പേർക്കും തികയും. ഇനി ഒരു എലിമാളത്തിനും കാൽ കുത്താത്ത തരത്തിൽ അവനെ. ദാ ഗുളികൻ വരുന്നു. എലിമാളത്തിൽ നിന്റെ ആ പൊണ്ണങ്കാൽ വെക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനിയിപ്പോ ഇടി കൊണ്ടോ? മുട്ട. അത് തിന്നാൻ പറ്റില്ല. അതെന്താ? ഈ മുട്ട കേടാ, തിന്നാൽ വയറ് വേദനിക്കും. കേടായ മുട്ട കൊണ്ട് വേറൊരു സൂത്രമുണ്ട്. കളറടിച്ചാൽ ഗുഹയിൽ അലങ്കരിച്ചു വെക്കാം. 6-7 മുട്ടയില്ലേ, നിങ്ങൾ കളറടിക്ക്. വെളുത്ത മുട്ടയില്ലേ, അത് നല്ലതാ. അതെന്താ? വെളുത്തതിൽ ഏത് കളറും അടിക്കാമല്ലോ. നല്ല രസം. ആഹാ, കുട്ടികൾക്ക് സന്തോഷമായി. അമ്മേ, തീർന്നു. ഇതാ നോക്ക്, കളറടിക്കാൻ വേറെ വെളുത്ത സാധനം കിട്ടി. അതെന്താ? ദേ കണ്ടോ? അടിയൻ സിംഹം വിളിക്കുന്നു. നാശം, കുറച്ചു കാലമായി ശല്യമില്ലാതിരിക്കുകയായിരുന്നു. മോന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. വേദന കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ മോനെ ആ മൂങ്ങാവേദന ഒന്ന് കാണിക്കണം. അത്രേ ഉള്ളൂ. തനിക്ക് സമാധാനമായില്ലേ സൂത്ര? അതെന്താ? ഇടിയിട്ടുന്ന എന്തോ കേസിനെ വിളിച്ചതെന്നാ സൂത്രൻ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞത്. സൂത്രൻ എന്നും ചേട്ടന്റെ ഇടിയുടെ കാര്യം പറയാറും. മിണ്ടാതിരിക്കടോ മരത്തലയാ. ചേട്ടാ, മോന്റെ മുള്ളിന്റെയും കാര്യം വൈദ്യുതി ശരിയാക്കിക്കോളും. അമ്മോ, എന്റെ കാലേ.
മോൻ കരയണ്ട, മോനെ ശേരിച്ചേട്ടൻ കൊണ്ടുപോകും കേട്ടോ. ഞാനോ? താൻ കൊണ്ടുപോയാൽ മതി, എനിക്ക് വേറെന്തോ തിരക്കുണ്ട്. അയ്യോ അമ്മോ, എന്റെ കാലേ. ഡോ, കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന സമയമാ, ശബ്ദം ഉണ്ടാക്കരുത്. ശബ്ദം ഉണ്ടാക്കരുത്. അയ്യോ കാലേ. ശുശു, പിള്ളേര് പഠിക്കുക, ഒച്ച വെക്കരുത്. മോനെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് കരഞ്ഞു. പറ്റില്ല, ഈ വഴിക്ക് മുഴുവൻ എന്റെ ബന്ധുക്കളും പിള്ളേരുമാ, ഒച്ച വെച്ചാൽ അടിക്കും ഞാൻ. മുള്ളെടുത്ത് ബോധം വരാനുള്ള മരുന്നും കൊടുത്തു. മോൻ ഇപ്പൊ ഉണരും. ബോധം പോയോ? അതെങ്ങനെ? ഹിഹി, അത് കരയാതിരിക്കാൻ ഞാൻ മുഖം പൊത്തിയപ്പോ പറ്റിയതാണെന്നാ വൈദ്യര് പറഞ്ഞത്. എടാ സുസു, ഒച്ച ഉണ്ടാക്കരുത്, പിള്ളേര് പഠിക്കുക. വല്ലാത്ത നടുവേദന, പോയി വൈദ്യനെ കണ്ട മരുന്ന് കൊണ്ടുവാ. ഇടി കൊള്ളാൻ നമ്മൾ വേണം, മരുന്ന് മേടിക്കാനും നമ്മൾ വേണം. നമ്മളെ പോലുള്ള പാവങ്ങളെ ഇടിക്കുന്നവർക്ക് കാട്ടുമുത്തപ്പം കൊടുക്കുന്നതായി നടുവേദന. ഇടി കൊണ്ടവർക്ക് കാട്ടുമുത്തപ്പം കൊടുക്കാതെ തന്നെ നടുവേദന വരും. സുഹൃത്തുക്കളെ, മുഖത്തെന്തോ കാണുന്നുണ്ടല്ലോ. ശരിയാ സൂത്ര, തന്റെ മുഖത്ത് ഒരു ഈച്ചയെ കാണാനുണ്ട്. അതല്ല, മുഖത്ത് നിരാശ കാണുന്നുണ്ടെന്നാ പറഞ്ഞത്. പറയൂ, എന്താണ് നിങ്ങളുടെ ദുഃഖം? ദുഃഖമല്ല, വേദന, നടുവേദന. ഞങ്ങൾക്കല്ല, കടിയൻ സിംഹത്തിന്. ഓഹോ, അദ്ദേഹം വേദനയുടെ നടുവിലാണല്ലേ. പുറം വേദന എന്നാ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ വേദനയിൽ നിന്ന് പുറത്താക്കി തരാം. വരൂ, എന്റെ ഗുരു അകത്തുണ്ട്, മഹാവൈദ്യന. എന്ത് രോഗവും മരുന്നില്ലാതെ മാറ്റും. ഒന്ന് നോക്കിയാലോ? വൈദ്യര് മാറ്റിയാലും വേദന മാറ്റിയാൽ പോരെ? ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. പരിചയമില്ലാത്തവരോട് ഗുരു സംസാരിക്കില്ല. സംസാരിക്കാതെ പരിചയപ്പെടാനും പറ്റില്ല അല്ലേ? ഞാൻ അകത്ത് പോയി രോഗവിവരം പറഞ്ഞിട്ട് വരാം. ചികിത്സ നിശ്ചയിച്ചു. ആനയെ ഉപയോഗിച്ചാണ് ചികിത്സ. അതെങ്ങനെ വേണമെന്ന് ഗുരു ഇതിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ വ്യായാമം എത്ര നേരം ചെയ്യണം? അരമണിക്കൂർ ചെയ്യാനാ ഗുരു പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? വേദന മാറിയില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഗുരുവും ഞാനും ഇവിടെ തന്നെ കാണും. വാ, പോയി നോക്കാം. അങ്ങേരെ ഇത്രയും ധൈര്യമായിട്ട് പറയുന്നതല്ലേ. തന്റെ ഗുരുവിനെ എനിക്കൊന്ന് കാണണം. ആനയെ മുതുകത്ത് കയറ്റി കിടത്തിയിട്ട് ഇപ്പൊ മൂപ്പർക്ക് എണീക്കാൻ വയ്യ. കിടക്കാനോ? കിടക്കാൻ ആര് പറഞ്ഞു? പിന്നെ ഇതെന്താ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളത് തിരിച്ചാ പിടിച്ചത്. ഇങ്ങനെ മുതുകും ചേർത്ത് നിൽക്കാനാ ഗുരു ഉദ്ദേശിച്ചത്.